വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? അതായത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റ് ന്യൂട്രോഫിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഓക്കെ, അതായത് DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തം, സൈലൻറ്റ് സ്പ്രിംഗ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? അതായത് മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പാർക്കിൻസൺസ് രോഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സോറിയാസിസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, തൈമോസിൻ, തൈറോക്സിൻ. തൈറോക്സിൻ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? അതായത് കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഹൃദയാഘാതമാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവകം ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം A സഹായിക്കുന്നു. ജീവകം Kയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര എന്ന് പറയുന്നത്. അല്ലേ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെലഗ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഫൈലേറിയൽ വിരകളാണ്. അതായത് ഫൈലേറിയൽ വിരയാണ് മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു. അടുത്ത ക്വസ്റ്റ്യൻ. എൻസൈമുകളില്ലാത്ത ദഹനരസം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പിത്തരസമാണ് എൻസൈമുകളില്ലാത്ത ദഹനരസം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. അടുത്തത് മെഡില്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയമിക്കുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ശരിയായ ജോഡികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ജീവകം A അപര്യാപ്തത രോഗം നിശാന്തത. ഓക്കെ, B1 അനീമിയ, B9 ബെറിബറി, D റിക്കറ്റ്സ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 1ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ഡി റിക്കറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസസ് കാരണമായ രോഗാണു ഏതാണ്? അതായത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായിട്ടുള്ള രോഗാണു എന്ന് പറയുന്നത് ഏതാണ്?
ഏതാണ് ആൻസർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. അതായത് വൈറസാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ നമ്മുടെ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് രക്തസമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദമാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? അതായത് ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് എലിപ്പനി ഡിഫ്തീരിയയാണ് ബാക്ടീരിയ രോഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപ്പിറ്റേഷൻ ഇൻഡെക്സ് അഥവാ SPI എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 2 ആണ്. അതായത് വരൾച്ച നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? അപ്പോൾ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 2. ഓക്കെ, IIT ബോംബെയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പെരികാർഡിയമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വൈറസാണ് ആൻസർ എന്ന് പറയുന്നത്. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓക്സിജൻ ആണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത്. ബാക്കി 3 ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അതായത് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, താലോലമാണ് സർക്കാർ ആരംഭിച്ച പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1ഉം 4ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് വ്യായാമക്കുറവ്, അമിത ഭക്ഷണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. അതായത് ത്രോംബോസൈറ്റ് ആണ് ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, DNA-യിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. യുറാസിലാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? ആൻസർ എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആണ്. ഓക്കെ, അതായത് വൈറ്റമിൻ എ ആണ് നിശാന്തതയ്ക്ക് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്കെ, നമ്മുടെ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോണാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ആൽഡോസ്റ്റിറോൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ആൽഡോസ്റ്റിറോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈസിനോഫിലാണ് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ KARSAP, അതായത് കേരള ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഓക്കെ, കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2018 ഒക്ടോബറിലാണ് കർസാപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ.
അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് വില്യം ജോഹാൻ കോഫ്. വില്യം ജോഹാൻ കോഫാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? അപ്പോൾ ഏതാണ് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് സെറിബ്രമാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കണ്ണിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദൃഷ്ടിപടലമാണ് കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. അടുത്ത ക്വസ്റ്റ്യൻ, ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ ഇനങ്ങളാണ്? അപ്പോൾ നമുക്ക് ജമുന പ്യാരി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവില്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആടാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുരങ്ങുപനി അഥവാ KFD എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? KFD അഥവാ കുരങ്ങുപനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വൈറസ് ആണ് കുരങ്ങുപനിക്ക് കാരണമായിട്ടുള്ള രോഗാണു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സ്വിറ്റ്സർലൻഡിലാണ് WWFൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് നെല്ലിക്ക, മുരിങ്ങ എന്നീ ഇനങ്ങളാണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, കുറേ ഇനങ്ങളും അവയുടെ കാർഷിക വിളകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലോല പയർ, ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര എന്ന് പറയുന്നത് ഏതിനത്തിൽ പെടുന്നതാണ്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് തെങ്ങാണ്. ചന്ദ്രശേഖര എന്ന് പറയുന്നതിൻ്റെ കാർഷിക വിള എന്ന് പറയുന്നത് തെങ്ങാണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് കണ്ടൽ വനങ്ങൾ, പവിഴപ്പുറ്റുകൾ, സസ്യപ്ലവകങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മുടെ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 1. അതായത് പവിഴപ്പുറ്റുകൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. കടലിലെ മഴക്കാടുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1 മാത്രം, പവിഴപ്പുറ്റുകളാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകളുണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അപ്പോൾ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക അല്ലേ. അതായത് നമുക്ക് ജനിക്കുന്ന സമയത്ത് 300 എല്ലുകളും പിന്നീട് ഇവ യോജിച്ച് എല്ലുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 300-206. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി 300-206. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? അപ്പോൾ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? അതായത് വന്യജീവികളോടൊപ്പം തന്നെ ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നാഷണൽ പാർക്കുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത് ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഡയേറിയാണ് രോഗമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ധമനികളിലും ശുദ്ധരക്തം വഹിക്കുന്നു, എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു, കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു, ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് പ്രസ്താവന 4 ശരിയാണ്. അതായത് ശ്വാസകോശ ധമനിയാണ് അശുദ്ധരക്തം
വഹിക്കുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ഓക്കെ, കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഈ കോളി ബാക്ടീരിയ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ഓക്കെ.